ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല. എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല. കാരണം ഇതൊരു സൃഷ്ടിയാണ്. ഇത് എന്റെ ഭർത്താവ് പണിഞ്ഞതാണ്. 25 വർഷത്തിന്റെ പ്രണയ സമ്മാനം. വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥാനത്ത് തന്നെ വെച്ച്. ഞാൻ ഇറങ്ങി വരുമ്പം എന്റെ ഭാര്യയെ ഇതുകൂടെ കാണണം. എന്താണ് പ്രണയം എന്നൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഞാൻ ജീവനോടിരിക്കുന്നവൻ വരെയും തനിച്ചാകത്തില്ല. ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ശില്പം പണിഞ്ഞു. ചേച്ചി എന്താണ് ചേട്ടന് കൊടുക്കുന്നത്? ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുകയല്ലേ, ഇനി അതിലും വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത്. മോതിരം, താലി, അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്റെ പൊട്ട്, അതിനകത്തൊരു മാറ്റവും ഇല്ല. ശില്പിക്ക് ഇച്ചിരി കൂടെ ആഗ്രഹമൊക്കെ തോന്നി കുറച്ചുകൂടെ അധികം മുടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യയോടുള്ള ഇഷ്ടം കൂടി ശില്പം പണിതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ കൊല്ലം ചവറയിൽ വന്നാൽ ഇങ്ങനെ ഒരു ശില്പം കാണാം. ചേട്ടൻ പറയുന്നത് ഞാൻ കഥക് തുറന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്റെ ഭാര്യയെ കാണണം. അതാണ് ചേട്ടൻ പറയുന്നത്. അതിനായിട്ടാണ് വാതിലിന് മുമ്പിലായിട്ടാണ് ചേച്ചിയുടെ ശില്പം ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. ചേട്ടന്റെ പേര് സജയ് എന്നാണ്. ചേട്ടൻ KML ജീവനക്കാരനായി റിട്ടയർഡ് ആയില്ലേ. രശ്മി സജയ് എന്നാണ് ചേച്ചിയുടെ പേര്. കവി, എഴുത്തുകാരി എല്ലാമാണ്. ഷാജഹാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പണിക്കാരെ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഇത്